നമസ്കാരം. ഞാൻ NCR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് ഏഴാമത്തെ പ്രതിമയായ കാമിനി എന്ന പേരുള്ള സാലഭഞ്ജിക പറഞ്ഞ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശനിദശയുടെ അപഹാരകാലത്ത് ശനീശ്വരന്റെ നിർദ്ദേശപ്രകാരം കോസല രാജ്യത്തെ രാജാവിന്റെ സേവകനായി കഴിയാനായി പോകും വഴി യാത്രമധ്യത്തിലായി ഒരു മഹാമുനിയെ കണ്ടുമുട്ടുകയും അവർ രണ്ടുപേരും എന്തോ ഇതിനു മുൻപ് കണ്ട് പരിചയമുള്ളതുപോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്നുവരെയാണ്. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാമിനി എന്ന സാലഭഞ്ജികയോട് നമ്മുടെ ഭോജരാജൻ വളരെ ജിജ്ഞാസയോടെ സത്യത്തിൽ ആരായിരുന്നു ആ മഹാമുനി എന്ന് ചോദിച്ച ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഉടനെ ആ സാലഭഞ്ജിക ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരനായ ഭർതൃഹരി ആയിരുന്നു. അത് കേട്ടപ്പോ ഒന്നാമത്തെ സാലഭഞ്ജിക ആദ്യത്തെ ദിവസം പറഞ്ഞ ആ കഥ നമ്മുടെ ഭോജരാജാവിന് അപ്പോൾ ഓർമ്മ വന്നു. മഹാജ്ഞാനിയായ വിദ്യാസാഗരന് മന്ദാകിനിയിൽ പിറന്ന ഭർതൃഹരി കലിംഗ രാജ്യത്തിൻ്റെ ഭരണാധികാരം വിദ്യാസാഗരനു ശേഷം ഭർതൃഹരിയിലാണല്ലോ നിക്ഷിപ്തമായത്. പിന്നീട് ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള ആ മോഹങ്ങളെല്ലാം വെടിഞ്ഞ് സർവവും ത്യജിച്ച് ശിഷ്ടകാലം സന്യാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അന്ന് വനത്തിലേക്ക് യാത്ര തിരിച്ച ഭർതൃഹരി ആയിരുന്നു ആ മഹർഷി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഭോജരാജാവിനും അങ്ങട് ഉൾക്കുളിരുണ്ടായി. വീണ്ടും നമ്മുടെ സാലഭഞ്ജിക കഥ തുടർന്നു. അങ്ങനെ ഭർതൃഹരി എന്ന ആ മഹാമുനിയോടൊപ്പം ഒട്ടുനേരം ആശ്രമത്തിൽ അങ്ങട് ചെലവഴിച്ചതിന് ശേഷം നമ്മുടെ വിക്രമാദിത്യൻ തിരിച്ചു മടങ്ങി. അങ്ങനെ തിരികെ എത്തിയ വിക്രമാദിത്യൻ രത്നമാലികയെയും കൂട്ടി വേതാളത്തോടൊപ്പം കോസല രാജ്യത്തേക്ക് വീണ്ടും അങ്ങോട്ട് പുറപ്പെട്ടു. യാത്രക്കിടയിലായി അന്ന് വൈകുന്നേരം സന്ധ്യാവന്തനത്തിനും മറ്റുമായി ഒരു പൊയ്കയിൽ ഇറങ്ങിയ വിക്രമാദിത്യൻ ഒരു തവളയുടെ ദീനരോദനം കേട്ടു. വലിയൊരു സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട തവളയായിരുന്നു അവിടെ ഉറക്ക കരഞ്ഞത്. ആ പാമ്പിനെ എന്തായാലും കൊന്ന് ആ തവളയെ രക്ഷിക്കാൻ അദ്ദേഹം അങ്ങോട്ട് ഉറച്ചു. പക്ഷേ അപ്പോൾ തന്നെ അത് പാമ്പിന്റെ ആഹാരദോഷത്തിനിടയാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ പാമ്പ് ഭക്ഷണത്തിനു വേണ്ടിയാണ് ആ തവളയെ വിഴുങ്ങുന്നത്. അപ്പോ പാമ്പിന് ഭക്ഷണം നൽകിയാൽ ആ പാമ്പ് എന്തായാലും ആ തവളയെ ഉപേക്ഷിക്കും. പിന്നെ ഒട്ടും അങ്ങോട്ട് സംശയിച്ചില്ല. കരവാൾ കൊണ്ട് തൻ്റെ തുടയിൽ നിന്നിത്തിരി മാംസം മുറിച്ചെടുത്ത് നമ്മുടെ വിക്രമാദിത്യൻ ആ തവളയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അത് കണ്ടപാടെ പാമ്പ് തവളയെ വിടുകയും ചെയ്തു. ശാപത്തിനിരകളായ സാക്ഷാൽ അനന്തനും ജലന്ധരനുമായിരുന്നു ആ പൊയ്കയിൽ പാമ്പും തവളയുമായി കഴിഞ്ഞിരുന്നത്. ഒരു മഹർഷിയുടെ ശാപത്താൽ രൂപം മാറി കഴിയുകയായിരുന്നു അവർ രണ്ടുപേരും. നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് ഒരിക്കൽ ആ പൊയ്കയിലെത്തുമെന്ന് ആ മുനിയുടെ ശാപമോക്ഷ വചനമുണ്ടായിരുന്നു. ആ ദിവസത്തിനു വേണ്ടി കാത്തു കഴിയുകയായിരുന്നു അവർ ഇരുവരും. സ്വന്തം ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് ആ തവളയെ രക്ഷിക്കാൻ തുനിഞ്ഞ അദ്ദേഹം വിക്രമാദിത്യനല്ലാതെ മറ്റാരാകാനും വഴിയില്ല എന്ന് അനന്തനും ജലന്ധരനും അങ്ങോട്ട് ഊഹിച്ചു. എന്തായാലും അവരുടെ ആ ഊഹം അങ്ങോട്ട് ശരിയായി. ഇനി 7.5 വർഷം ശനിയുടെ അപഹാരകാലത്ത് അങ്ങയെ സേവിച്ച് കഴിയാനാണ് ഞങ്ങളുടെ നിയോഗം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുവർക്കും ശാപമോക്ഷം ലഭിക്കും എന്ന് അനന്തൻ പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞു വനത്തിൽ നിന്ന് കിട്ടിയ ഫലങ്ങളും ഭക്ഷിച്ച് വിക്രമാദിത്യനും മറ്റുള്ള എല്ലാവരും അങ്ങനെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ അവർ കോസല രാജ്യത്തെത്തി. ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലായിരുന്നു വിക്രമാദിത്യൻ കോസല രാജാവിനെ ചെന്ന് കണ്ടത്. ആ സമയത്ത് അവിടുത്തെ മഹാരാജാവ് മന്ത്രിമാരോടും മറ്റ് അശ്വസേനാധിപൻ, ഗജസേനാധിപൻ എന്നിവരോടും ചേർന്നിരുന്ന് സംസാരിക്കുന്ന ആ അവസരത്തിലാണ് ഒരു യുവാവ് കാണാനെത്തിയ വിവരം രാജാവിനെ ഭൃത്യൻ വന്നറിയിച്ചത്. വരാൻ പറയൂ,
എന്ന് കോസല രാജാവ് ആജ്ഞ നൽകി. ആ സമയത്ത് അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പടി കയറി നടന്നു വരുന്ന ആ യുവാവിലായിരുന്നു. നല്ല ഒത്ത ഉയരവും വിരിഞ്ഞ മാറും നീളമുള്ള കൈകളുമുള്ള ആ യുവാവിൻ്റെ മുഖത്ത് ധീരതയും ഒപ്പം തികഞ്ഞ ശാന്തതയും കളിയാടിയിരുന്നു. ഉടനെ ആ ചെറുപ്പക്കാരൻ രാജാവിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന് രാജാവിനെ വന്ദിച്ചുകൊണ്ട് ഒരു ദിക്കിലായി ഒതുങ്ങി നിന്നു. ആരാണ്, മനസ്സിലായില്ല എന്ന് ചോദിച്ചു. രാജാവ് അത് ചോദിച്ചുകൊണ്ട് നെറ്റി ചൊളിച്ചു. താൻ വീരസേനൻ എന്ന യോദ്ധാവാണെന്നും വിജയനഗരത്തിൽ നിന്ന് വരുന്നുവെന്നും വിക്രമാദിത്യൻ മഹാരാജാവിനോട് പറഞ്ഞു. ഓഹോ, അത് ശരി. പിന്നെ എന്താണ് ഇങ്ങോട്ട് പോന്നത്? അത് വിജയനഗരം എന്ന എൻ്റെ രാജ്യത്തെ വിക്രമാദിത്യന്റെ സൈന്യം ആക്രമിച്ച് കീഴടക്കി. ആ രാജ്യം ഇന്ന് ഉജ്ജയിനിയുടെ കീഴിലാണ്. ഞാനാകട്ടെ നാട് വിട്ടു പോരുകയും ചെയ്തു. എനിക്കിവിടെ അങ്ങയുടെ സൈന്യത്തിൽ ഒരു ജോലി തരായാൽ കൊള്ളാമെന്നുണ്ട് എന്ന് നമ്മുടെ വിക്രമാദിത്യൻ അങ്ങടെ അറിയിച്ചു. കോസല രാജാവ് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം യുദ്ധതന്ത്രങ്ങളെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളും കൂടി ചോദിച്ചു. എല്ലാത്തിനും നല്ല കൃത്യമായ മറുപടി നമ്മുടെ വിക്രമാദിത്യൻ അങ്ങോട്ട് കൊടുത്തു. പിന്നെ സംശയിച്ചില്ല. ഉടനെ തന്നെ നമ്മുടെ വീരസേനൻ കോസല രാജാവിൻ്റെ സൈന്യത്തിൽ ചേർന്നു. 1000 പണം ശമ്പളം, താമസിക്കാൻ ഒരു ഗൃഹം. ഉടനെ രത്നമാലികയും കൂട്ടി വീരസേനൻ അവിടെ താമസവും അങ്ങോട്ട് ആരംഭിച്ചു. വീരസേനന്റെ ചുറ്റുമതില് കാക്കാൻ എപ്പോഴും അനന്തനുണ്ടാകും, നിരീക്ഷണത്തിന് ജലന്ധരനും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കോസല രാജാവിന് ശാമന്തൻ എന്ന പേരിൽ ഒരു സിൽബന്തി ഉണ്ടായിരുന്നു. അയാൾക്ക് കാര്യമായ ജോലികളൊന്നുമില്ല. രാജാവിനോടൊപ്പം ഇടയ്ക്ക് ചതുരംഗം കളിച്ചും പരദൂഷണം പറഞ്ഞും അയാൾ സമയം പോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെ വീരസേനനെയും കാണാനെത്തും. കൂടെ കൂടെ വരുന്ന ആളായതുകൊണ്ട് അനന്തൻ അയാളെ വീരസേനന്റെ ഗൃഹത്തിനകത്തേക്ക് കടത്താൻ അനുവദിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം ശാമന്തൻ വീരസേനന്റെ ഗൃഹത്തിലെത്തി ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രത്നമാലികയെ കണ്ടു. ഇത്രയും അതിസുന്ദരിയായ ഒരു സ്ത്രീയെ അതിനു മുൻപ് അയാൾ കണ്ടിട്ടില്ലായിരുന്നു. ഈ വിവരം എന്തായാലും ഉടനെ രാജാവിനെ ധരിപ്പിക്കണം എന്ന് അയാൾ അങ്ങോട്ട് തീരുമാനിച്ചു. പിറ്റേന്ന് രാജാവിനെ കാണാൻ അല്പം നേരത്തെ തന്നെ ശാമന്തൻ അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നമ്മുടെ വീരസേനനെ പറ്റിയായി പരാമർശം. ആ വർത്തമാനത്തിനിടയിൽ ശാമന്തൻ രാജാവിനോട് പറഞ്ഞു, ഹേ, വീരസേനൻ ആരും ആവട്ടെ, അയാളുടെ വീട്ടിലുള്ള ആ പെണ്ണിന്റെ കാര്യമാണ് അത്ഭുതം എന്ന് ശാമന്തൻ പറഞ്ഞു. ഹേ, ആരുടെ കാര്യമാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്ന് രാജാവ് ചോദിച്ചു. അത് നമ്മുടെ വീരസേനന്റെ കൂടെ കഴിയുന്ന ആ സ്ത്രീയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങ് അവളെ ഒന്ന് കാണണം. തനി തങ്കം, ജഗൻ മോഹിനി, മാനത്തു നിന്ന് പൊട്ടി വീണതാണോ എന്ന് തോന്നും എന്നൊക്കെ നമ്മുടെ ശാമന്തൻ രാജാവിനോട് അങ്ങോട്ട് വർണ്ണിച്ചു. ഓഹോ, അത്രയ്ക്ക് അങ്ങോട്ട് കേമാണോ അവളുടെ ആ സൗന്ദര്യം? രാജാവിന് വലിയ കൗതുകമായി. അതേ മഹാരാജൻ, ഇത്രയും അഴക് ഞാൻ ഇതുവരെ ആരിലും കണ്ടിട്ടില്ല. ചില കഥകളിലൊക്കെ ഇതുപോലുള്ള സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകളും ഈ ഭൂലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ശാമന്തന്റെ ഈ വിശദീകരണമൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രാജാവിന് എന്തായാലും വേണ്ടില്ല. വീരസേനന്റെ ആ വീട് ഒന്ന് സന്ദർശിക്കാനും നമ്മുടെ രത്നമാലികയെ ഒന്ന് കാണാനും അങ്ങോട്ട് ആഗ്രഹമായി. പക്ഷെ അനന്തൻ എന്നൊരു കാവൽക്കാരൻ അവിടെ ഉള്ളതുകൊണ്ട് അക്കാര്യം അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് നടക്കില്ല എന്ന് ശാമന്തൻ രാജാവിനോട് സൂചിപ്പിച്ചു. പിറ്റേന്ന് രാജാവ് വേഷം മാറി ശാമന്തനോടൊപ്പം വീരസേനന്റെ ഗൃഹത്തിലെത്തി. തൻ്റെ ഒരു സഹായിയാണ് കൂടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അനന്തൻ അയാളെയും അകത്തേക്ക് പോകാൻ അങ്ങോട്ട് സമ്മതിച്ചു. വീരസേനൻ ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉടനെ രാജാവും ശാമന്തനും രത്നമാലികയെ കണ്ടു. ശാമന്തൻ പറഞ്ഞതിട്ടെല്ലാം അതിശയോക്തിയില്ല എന്ന് രാജാവിന് മനസ്സിലായി. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ശാമന്തൻ ഉടനെ രാജാവിനെയും കൂട്ടി വേഗം തന്നെ അങ്ങോട്ട് പുറത്തിറങ്ങി.
തിരിച്ചു കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ നമ്മുടെ രാജാവിന് ഊണില്ല, ഉറക്കമില്ല. അതായി സ്ഥിതി. രത്നമാലികയുടെ ആ മുഖം അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായണില്ല. എങ്ങനെയായാലും രത്നമാലികയെ സ്വന്താക്കണം. പക്ഷേ എങ്ങനെ? ഉടനെ രാജാവ് തന്റെ മന്ത്രി മാധവരാജനെ വിളിച്ച് ഈ പ്രശ്നം അങ്ങോട്ട് അവതരിപ്പിച്ചു. മന്ത്രി, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എനിക്ക് ആ സ്ത്രീയെ കൂടാതെ ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മന്ത്രി പറഞ്ഞു, എന്ത് അസംബന്ധാണ് അങ്ങീ പറയണത്? ധർമാധർമ്മങ്ങൾ വിവേചിച്ച് പ്രജകളെ ബോധ്യപ്പെടുത്തേണ്ട അങ്ങു തന്നെ അധർമ്മത്തിന് നേതൃത്വം കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി നമ്മുടെ രാജാവിനെ അങ്ങോട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, നിങ്ങൾ എന്നോട് ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒന്നും ഇപ്പൊ പറയണ്ട. എനിക്ക് ആ രത്നമാലികയെ എന്തായാലും വിവാഹം കഴിക്കണം. അതിനു വേണ്ട ഒരു ഉപായം പറഞ്ഞു തരൂ. ഇതെന്റെ ആജ്ഞയാണ് എന്ന് രാജാവ് കനത്ത ശബ്ദത്തിൽ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ മന്ത്രിക്ക് എന്ത് ചെയ്യാനാവും? നാടിനെ നേർവഴിക്ക് നയിക്കേണ്ടവന് വഴി പിഴച്ചിരിക്കുന്നു. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. വിനാശകാലത്ത് വിപരീതമായിട്ടേ ബുദ്ധി പ്രവർത്തിക്കൂ. അത് ആരുടെയും കുറ്റമൊന്നുമല്ല എന്ന് മന്ത്രി മനസ്സിൽ പറഞ്ഞു. മഹാരാജൻ, ആ വീരകേസരി ഉള്ളിടത്തോളം കാലം അങ്ങേക്ക് അവളെ സ്വന്തമാക്കാനാവില്ല എന്ന് മന്ത്രി രാജാവിനോട് വീണ്ടും പറഞ്ഞു. എന്നാ അയാളെ നമുക്ക് വല്ല യുദ്ധരംഗത്തേക്കും പറഞ്ഞു വിട്ടാലോ എന്ന് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. അബദ്ധം പറയാതിരിക്കൂ മഹാരാജൻ. അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് പുതിയൊരു യുദ്ധം ഉണ്ടാക്കാൻ പറ്റുമോ? മാത്രമല്ല അയാളോടൊപ്പം വേറെ സൈനികരെയും ബലി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. പിന്നെ എന്തു വേണമെന്ന് മന്ത്രി തന്നെ പറയൂ എന്ന് രാജാവ് പറഞ്ഞു. മന്ത്രി കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഒരു പോംവഴി കണ്ടെത്തി. ഇവിടെ നിന്ന് 100 നാഴിക വടക്കായി ധർമ്മപുരി എന്നൊരു നാടുണ്ട്. അവിടെ സുഹാസിനി എന്നൊരു സുന്ദരി ജീവിച്ചിരിപ്പുണ്ട്. ചിരിച്ചാൽ ചിതറി വീഴുന്നത് മുഴുവൻ മുത്തുകളാണ്. ആ മുത്തുകൾ വാരിവിറ്റ് ധാരാളം ആളുകൾ കോടീശ്വരന്മാരായി മാറി. പക്ഷെ കുറച്ചുനാൾ മുൻപ് ഒരു രാക്ഷസൻ ധർമ്മപുരിയിലെത്തി. എന്നിട്ട് സുഹാസിനിയുടെ മാതാപിതാക്കളെ മായാവിദ്യ പ്രയോഗിച്ച് കല്ലാക്കി മാറ്റി. അയാൾ സുഹാസിനിയെ പിടിച്ച് തൻ്റെ ഗുഹയിൽ അടയ്ക്കുകയും ചെയ്തു. രാക്ഷസൻ ഗുഹയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അയാൾ സുഹാസിനിയെ കൊല്ലും. മടങ്ങിയെത്തുമ്പോൾ പ്രത്യേക ഒരു തരം മന്ത്രം ഉപയോഗിച്ച് അവളെ അങ്ങോട്ട് ജീവിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സുഹാസിനിയെ മറ്റാരും ഇപ്പോൾ കാണാറില്ല. അവളുടെ ചിരിയും ഇപ്പോൾ മാഞ്ഞു. ഏതു നേരവും ദുഃഖിതയാണവൾ എന്ന് മന്ത്രി പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, എന്നാ നമുക്ക് വീരസേനനോട് ആ സുഹാസിനിയുടെ ചിരിയിൽ നിന്ന് പൊഴിയുന്ന 2 മുത്ത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങോട്ട് അയക്കാം, എന്താ എന്ന് ചോദിച്ചു. അതെ, സുഹാസിനിയെ കണ്ടുപിടിക്കാൻ തന്നെ അയാൾ ഏറെ ബുദ്ധിമുട്ടും എന്ന് മന്ത്രി പറഞ്ഞു. അതെ, അതിനകം ആ രാക്ഷസൻ അയാളെ കൊന്നു കുഴിച്ചു മൂടാനും മതി. അതോടെ എൻ്റെ സ്വപ്നം അങ്ങോട്ട് പൂവണിയും എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ആ രംഗം നല്ലതുപോലെ ഒന്ന് വിഭാവനം ചെയ്ത് അങ്ങോട്ട് ചിരിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. രാജാവ് അന്നു തന്നെ നമ്മുടെ വീരസേനനെ വിളിച്ച് ആ ജോലി അങ്ങോട്ട് ഏൽപ്പിച്ചു. ധർമ്മപുരിയിലെത്തി സുഹാസിനിയെ കണ്ട അവളുടെ ചിരിയിൽ ഉതരുന്ന മുത്തുകൾ പെറുക്കിയെടുക്കണം എന്ന് വീരസേനനോട് ആജ്ഞാപിച്ചു. പക്ഷേ വീരസേനൻ അത് കേട്ടപ്പോൾ ആദ്യം അത്ഭുതമാണ് തോന്നിയത്. ചിരിക്കുമ്പോൾ മുത്തുപൊഴിയുന്ന പെണ്ണോ? ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ? എന്തായാലും രാജകൽപ്പനയാണ്, അനുസരിക്കാതെ വയ്യ. ഉടനെ രത്നമാലികയുടെ സുരക്ഷയ്ക്ക് വേണ്ടതായ ഏർപ്പാടൊക്കെ ചെയ്ത് വീരസേനൻ എന്ന നമ്മുടെ വിക്രമാദിത്യൻ ധർമ്മപുരിയിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ എന്താ ഉണ്ടായത്? 7ാമത്തെ സാലഭഞ്ജികയായ കാമിനി എന്ന മരപ്രതിമ ഈ കഥ പറയുമ്പോൾ നമ്മുടെ ഭോജരാജാവിനുണ്ടായിരുന്ന അതേ ജിജ്ഞാസ എൻ്റെ കഥാപ്രേമികളായ നിങ്ങൾക്കും ഉണ്ടാകും എന്നെനിക്കറിയാം. പക്ഷേ ഈ കഥ 2ാം ഭാഗത്തിലും തീരണമട്ടില്ല. ഒട്ടും വിഷമിക്കണ്ട. ഈ കഥയുടെ കഥാസ്വാദനം ഒട്ടും നഷ്ടപ്പെടുത്താതെ അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ 3ാം ഭാഗം ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും
ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.